UDFനെ സംബന്ധിച്ച് നിലമ്പൂർ അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലമായിരുന്നു. ആര്യാടൻ മുഹമ്മദിനെ പോലെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു നേതാവ് കൊണ്ടുകിടന്ന മണ്ഡലം. മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ മുസ്ലിം ലീഗിന് ഇപ്പോഴും ആര്യാടൻ്റെ മരണത്തിന് ശേഷം പോലും പൂർണ്ണമായി ആക്സസ് ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ ആ മണ്ഡലം ഇപ്പോഴും കോൺഗ്രസിന് സാധ്യതയുള്ള മണ്ഡലത്തോടെ നിൽക്കുകയാണ്. ആ മണ്ഡലം തിരിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനകരമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റുപോയാൽ നോക്കൂ, ഇത് സാധാരണ മണ്ഡലമല്ല, ഇത് ഏതെങ്കിലും ആരുടെയും കുത്തക മണ്ഡലമൊന്നുമല്ല. അപ്പോൾ ഇത് തൃക്കാക്കരയല്ല, ഇത് പുതുപ്പള്ളിയല്ല, അല്ലെങ്കിൽ ഇത് ചേലക്കരയല്ല എന്നാലോചിക്കണം. ഇവിടുത്തെ വിജയം രാഷ്ട്രീയമായി തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. ഈ സർക്കാർ ജനങ്ങളുടെ മനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് സർക്കാരിനും പ്രതിപക്ഷത്തിനും സ്ഥാപിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന RSS ആൻഡ് ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയത്തെ ജനങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് തെളിയിക്കപ്പെടാവുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക UDFനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ UDF ഉയർത്തുന്ന പൊളിറ്റിക്സിന് ഈ 4ാം വർഷവും ജനങ്ങൾക്കിടെ മനസ്സിൽ സ്ഥാനമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ ജയിക്കുന്നതിന് പകരം ഈ പറഞ്ഞ സില്ലി ഈഗോ UDF നേതൃത്വം കൊണ്ട് നടക്കുകയാണെങ്കിൽ അവരിന് ബുദ്ധിമുട്ടും. ഇപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അൻവർ ഇനിയിപ്പോൾ കുറുകെ മത്സരിക്കാൻ തീരുമാനിച്ചു. അൻവർ മത്സരിക്കുമ്പോൾ നിലമ്പൂർ അൻവർ തോക്കും, താൻ സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു. UDFും തോക്കുമായിരിക്കും. അതോടുകൂടി അൻവറിൻ്റെ രാഷ്ട്രീയ ഭയം അവസാനിച്ചില്ലെന്ന് ചോദിച്ചാൽ നിലമ്പൂർ എന്ന സ്വപ്നവും അതോടുകൂടി ആരും ഉപേക്ഷിക്കേണ്ടി വരും, UDF ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അൻവർ കൂടി ഉണ്ടെങ്കിലേ നിലമ്പൂർ എടുക്കാൻ കഴിയുന്നൊരു നില വന്നാൽ നാളെ ആയാലും അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരില്ലേ? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഇന്നലെ ഞങ്ങളെ തോപ്പിച്ച ആളെ നാളെ ഞങ്ങൾ പരിഗണിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ വരെ അൻവർ UDFിനോട് എടുത്ത പൊസിഷൻ എന്താണ്, ലീഗിനോട് എടുത്ത പൊസിഷൻ നമുക്കറിയാം. ഇന്നപ്പോൾ ഒരുമിച്ച് നിൽക്കുകയല്ലേ. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം? അപ്പോൾ അൻവറിനെ കൂടി കൂട്ടിക്കൊണ്ടാണ് അവർക്ക് നിലമ്പൂർ പിടിച്ചെടുക്കേണ്ടതെങ്കിൽ അൻവറിനെ കൂട്ടുക. നോക്കൂ, UDFനെ സംബന്ധിച്ച് അടുത്ത നിയമസഭ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും അവർക്ക് നിർണായകമാണ്. ഓരോ സീറ്റും, ഒരു സീറ്റിലും അവർക്ക് പോട്ടെ, നിലമ്പൂർ പോകുന്നേ പോട്ടെ, അൻവറിനോട് ഞങ്ങളില്ല എന്ന് ഇപ്പോൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ കിടന്ന് ബഹളം വയ്ക്കുന്നവരല്ല. ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ ഏതൊരു കോംപ്രമൈസ് വേണം. ഏതെല്ലാം തരത്തിലുള്ള കോംപ്രമൈസുകൾ നടത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട്. ആർക്കെല്ലാം സീറ്റുകൾ വീതം വെച്ച് കൊടുത്തതിൻ്റെ പാരമ്പര്യം ഉള്ള പാർട്ടിയാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി അൻവർ ഒരു സില്ലി കക്ഷി, ഒരു ബഹളം വെപ്പുകാരൻ, അവിവേകി, അയാളെ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്ന് പറയുന്ന പരിധി കവിഞ്ഞ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ പുച്ഛ സമീപനമോ ഉണ്ടാക്കിയിട്ടുള്ള ക്രൈസിസാണ് ഇപ്പോഴത്തെ ക്രൈസിസ്. ഞാൻ പറയും അത് കുറച്ചുകൂടി നേരത്തെ പരിഹരിക്കാമായിരുന്നു. അൻവറിനും കുറച്ചുകൂടി അടക്കത്തിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. ഇപ്പം ഇന്നലെ സ്ഥാനാർത്ഥി അവർ രാത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് മാധ്യമങ്ങളുടെ അതൃപ്തി അറിയിക്കുക വഴി അവരുടെ ഒരു പാർട്ടി ഈഗോയെ പുള്ളി ഹർട്ട് ചെയ്തു. കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തി ഞങ്ങളെ അങ്ങ് വഴിപ്പെടുത്തി കളയാൻ പറ്റുമോ എന്നാണ് ആ സതീശനും ഷാഫിയും വിഷ്ണു അതൊക്കെയും ചിന്തിക്കുന്നത്. അത് നേരത്തെ ആകാമായിരുന്നു. ഇനിയിപ്പോൾ നോക്കൂ, ജോയിയാണ് വരേണ്ടത്, അല്ലാതെ ആര്യാടനല്ല എന്ന് പുള്ളി തുടക്കത്തിലേ പറഞ്ഞല്ലോ, രാജിവെച്ച അന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ അന്ന് പറയാതിരിക്കായിരുന്നു, പുള്ളിക്ക് അകത്തൂടെ പറയായിരുന്നു. ആര്യാടനെ പറ്റില്ല എന്ന് അകത്തൂടെ പറഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആവശ്യമാണത്. ആ ആവശ്യം നടക്കുന്ന തരത്തിൽ സ്വഭാവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മോഡ് ഓഫ് മൂവ് എന്ന് പറയുന്ന സംഗതി വേണമെങ്കിൽ നമുക്ക് പലതരത്തിൽ വിശകലനം ചെയ്യാവുന്നതാണെങ്കിലും അൻവർ ഇപ്പോൾ ഉണ്ടാക്കുന്ന തർക്കം അയാളുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന് അനുകൂലമായി ഒന്നും ചെയ്തു കൊടുക്കാതെയാണ് അയാൾ ഉണ്ടാക്കിയ ഒരു അവസരത്തിന് മധ്യേ കയറി നിന്ന് വിജയിക്കാനുള്ള ആത്മവിശ്വാസം മുഴക്കുന്നത്. അതിൽ കോൺഗ്രസിനും UDFനും പ്രത്യേകമായ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.